കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞത് ആരോഗ്യമന്ത്രി മന്ത്രിപ്പണി നിർത്തി റിപ്പോർട്ടറിലോ കൈരളിയിലോ വാർത്ത വായിക്കാൻ പോകണം എന്നാണ്. ഇന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞത് ആരോഗ്യമന്ത്രി ഒരു ബിഗ് സീറോ ആണ്, വട്ടപൂജ്യമാണ് എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിൽ വളരെ കൃത്യമായ ആക്രമണം ചെന്ന് നിൽക്കുന്നത് ആരോഗ്യമന്ത്രിയിലാണ്. മറുപടിയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ഈ ആദ്യം പറഞ്ഞ വ്യക്തി കെ മുരളീധരൻ, അദ്ദേഹം കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ സ്വന്തമായ ചരിത്രം സൃഷ്ടിച്ച ആളാണല്ലോ. അതായത് ഒരു മന്ത്രിയായിരിക്കുമ്പോൾ ജനങ്ങൾ തോൽപ്പിച്ച് രാജിവെച്ച് പോകേണ്ട വ്യക്തിയാണ്, പോയ വ്യക്തിയാണ് കെ മുരളീധരൻ. 2004 വടക്കഞ്ചേരി ഉപതെരഞ്ഞെടുപ്പ്, 2004 വൈദ്യുതി മന്ത്രിയായിട്ട് കെ മുരളീധരൻ മന്ത്രിസഭയിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്തു വരുന്നു. അദ്ദേഹം നിയമസഭാംഗമായിരുന്നില്ല. വടക്കഞ്ചേരിയിൽ ജനവിധി തേടുന്നു. വടക്കഞ്ചേരി എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, കോൺഗ്രസിൻ്റെ ഉരുക്കുകോട്ടയായിരുന്നു. വളരെ വലിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ജയിച്ച മണ്ഡലത്തിൽ ആ MLA രാജിവെപ്പിച്ച് അവിടെ മത്സരിച്ച് ജനങ്ങൾ തോൽപ്പിച്ച് അന്ന് ശ്രീ AC മൊയ്തീനോട് ദയനീയമായി തോറ്റ് മന്ത്രി സ്ഥാനം രാജിവെച്ചു പോയ വ്യക്തി കെ മുരളീധരൻ പറയുകയാണ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എൻ്റെ രാജി ചോദിച്ചു വാങ്ങണമെന്ന്. അത് നല്ലൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്, അതിന് മറുപടി അർഹിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മദാമ പരാമർശവും അലൂമിനിയം പട്ടേൽ പരാമർശവും മുക്കാലിയിൽ കെട്ടിയിട്ട് അടിക്കണം എന്നുള്ള പരാമർശമൊക്കെ നിലനിൽക്കുമ്പോൾ താൻ കോൺഗ്രസ്സുകാരനാണെന്നും ഇവിടെ ഉണ്ടെന്നും നേതൃത്വത്തെ മണികളെയൊക്കെ ഓർമ്മിപ്പിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഒരു കടമയാണല്ലോ. അപ്പം അദ്ദേഹം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മൾ അത്ര പ്രാധാന്യം അതിന് കൊടുത്താൽ മതി. അതിലൊരു കാര്യം കൂടിയുണ്ട്, അദ്ദേഹം പറയുന്നത് കേട്ടു, അദ്ദേഹം സ്വയം ഒരു പുരുഷനാണ് എന്ന് പറയുന്നതുകൊണ്ട് സ്ത്രീയായ ഞാൻ അദ്ദേഹം പറയുന്ന രീതിയിൽ ഞാൻ അതിനോട് പ്രതികരിക്കുന്നില്ല. രമേശ് ചെന്നിത്തല പറഞ്ഞത് ഉത്തരം മുട്ടുമ്പോൾ സാധാരണ പറയുന്ന കാര്യമായിട്ട് കാണുന്നുള്ളൂ. വളരെ കൃത്യമായിട്ടുള്ള ചില ഡേറ്റകൾ സമൂഹത്തിന് മുൻപാകെയുണ്ട്. അതിൽ കുറച്ച് ഡേറ്റകൾ മാത്രം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ സമൂഹ മാധ്യമ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഞാൻ വെച്ചിരുന്നു. അപ്പോൾ ഈ കേരളത്തിൽ UDFൻ്റെ കാലവും LDFൻ്റെ കാലവും നമുക്കൊന്ന് താരതമ്യം ചെയ്യാം. ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സംസാരിക്കാം. തീർച്ചയായിട്ടും ഈ കേരളത്തിന്റെ ആരോഗ്യ രംഗം എത്ര കണ്ട് മുന്നോട്ട് പോയി എന്ന് സ്വാഭാവികമായും മിനിസ്റ്റർക്ക് വിശദീകരിക്കാനുണ്ടാവും.